നമസ്കാരം. ലോകരാജ്യങ്ങളിൽ പ്രധാനിയാണ് അമേരിക്ക. അമേരിക്കൻ പ്രസിഡന്റിനെ ലോക നേതാവെന്നൊക്കെ പറയാറുണ്ട്. പല രാജ്യങ്ങളിലെയും ഭരണത്തെയും കച്ചവടത്തെയും ഒക്കെ സ്വാധീനിക്കാൻ അമേരിക്കയ്ക്ക് കഴിയും. 123.8 ട്രില്യൺ ഡോളറാണ് അമേരിക്കയുടെ ആസ്തി. ലോകത്തെ 37% ശതകോടീശ്വരും ജീവിക്കുന്ന നാട്. ഏകദേശം 32.8 കോടി ജനങ്ങൾ വസിക്കുന്ന അമേരിക്കയാണ് ഇന്ത്യയും ചൈനയും കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം. സാമ്പത്തികമായി ശക്തമാണെങ്കിലും രാജ്യത്തെ ജനങ്ങളിൽ സാമ്പത്തിക അന്തരം കൂടുതലുള്ളതിന്റെ പ്രശ്നവും അമേരിക്ക നേരിടുന്നുണ്ട്. അമേരിക്കയുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ലോക ശ്രദ്ധ പിടിച്ചു പറ്റാറുണ്ട്. ഇപ്പോഴിതാ ഈ നൂറ്റാണ്ടിന്റെ അവസാനം അമേരിക്ക മറ്റൊരു ഭീഷണി കൂടി നേരിടേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അമേരിക്കയിലെ 30,000 നഗരങ്ങളിൽ 2021 ആണ്ടോടെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ് സയൻസ് അലർട്ട് നടത്തിയ പഠനത്തിൽ പറയുന്നത്. 12 മുതൽ 23% ജനങ്ങളുടെ കുറവാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇതുമാത്രമല്ല കുഴപ്പം. കാലാവസ്ഥാ കാരണവും മനുഷ്യനിർമ്മിതവുമായ കാരണങ്ങളാൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ വലിയ വെല്ലുവിളി അടുത്ത നൂറ്റാണ്ടോടെ അമേരിക്കയ്ക്കുണ്ടാകും. ഭാവിയിൽ അമേരിക്കൻ നഗരങ്ങളിൽ വലിയ മാറ്റം ജനസംഖ്യാ കാര്യങ്ങളിൽ ഉണ്ടാകാം. ഓരോ ഭാഗങ്ങളിലായി ജനങ്ങൾ വിഘടിച്ചു പോവുകയോ തീരെ കുറഞ്ഞു പോവുകയോ ചെയ്യാം. നിലവിൽ ഈ നഗരങ്ങളിലെ താമസക്കാരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രാദേശിക ഭരണകൂടങ്ങളും ടൗൺ പ്ലാനർമാരും മികച്ച സൗകര്യങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ ഇന്ന് പേരുകേട്ട പല നഗരഭാഗങ്ങളും നാളെ പ്രേത നഗരങ്ങളാകാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജനസംഖ്യ കുറയുന്നത് കാരണം അടിസ്ഥാന സൗകര്യങ്ങളായ ശുദ്ധജലം, ഗതാഗതം, വൈദ്യുതി, ഇന്റർനെറ്റ് കണക്ടിവിറ്റി എന്നിവയിലെല്ലാം മറ്റുള്ളവർക്ക് പ്രശ്നമുണ്ടാകാം. 2021 മിസിസിപ്പിയിലെ ജാക്സണിൽ ജലദൗർലഭ്യം ശക്തമായുണ്ടായി. ഇത് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമാവും. ജനസംഖ്യ കുറയുകയോ പ്രായമായവർ മാത്രമാവുകയോ ചെയ്താൽ അവിടെ കച്ചവടം കുറയും. അടിസ്ഥാന സൗകര്യങ്ങൾ കുറഞ്ഞ് മരുഭൂമിക്ക് സമാനമാവും ഇവിടങ്ങൾ. ഇല്ലിനോയസിലെ ഗതാഗത പ്രശ്നങ്ങൾ കണക്കുകൂട്ടുന്നതിനിടെ ഗവേഷകർ 50 സംസ്ഥാനങ്ങളിലേക്കും തങ്ങളുടെ പഠനം വിപുലീകരിച്ചിരുന്നു. സെൻസസ്, കാലാവസ്ഥാ വിവരങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പഠനം ഭാവിയെക്കുറിച്ച് വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. നിലവിൽ അമേരിക്കയിൽ 43% ഇടങ്ങളിലാണ് താമസക്കാരെ നഷ്ടമാകുന്നത്. എന്നാൽ 2100ഓടെ 64%ആയി ഇത് ഉയരും. കാലാവസ്ഥയടക്കം വിവിധ ഘടകങ്ങളാണ് ഇതിനു പിന്നിൽ. രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും മധ്യപടിഞ്ഞാറൻ മേഖലയിലും കൂടുതൽ പ്രേത നഗരങ്ങൾ രൂപം കൊള്ളും. ഇപ്പോൾ ആൾത്തിരക്കേറിയ ടെക്സാസ് പോലുള്ള നഗരഭാഗങ്ങളിൽ 2100ഓടെ ജനസംഖ്യ കുറഞ്ഞു പോകും. കൊളംബിയ, ഹവായ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊഴികെ എല്ലായിടത്തും ശോഷണം സംഭവിക്കും. കാലിഫോർണിയയുടെ തെക്കൻ തീരം ആളൊഴിയും. എന്നാൽ വടക്കൻ തീരത്ത് ജനസംഖ്യ കൂടും. വെർമോണ്ട്, വെസ്റ്റ് വിർജീനിയ എന്നിവിടങ്ങളിൽ 80% ജനസംഖ്യ കുറയും. വയസ്സായവർ മാത്രമുള്ള പ്രദേശങ്ങളിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് മറികടക്കാൻ കൂടുതൽ കരുതൽ എടുക്കണമെന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ലോകം മുഴുവൻ തന്റെ അധീനതയിലാക്കാൻ ശ്രമിക്കുന്ന ചൈനയ്ക്ക് അമേരിക്ക എക്കാലവും വലിയ വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. അമേരിക്ക പോലുള്ളൊരു രാജ്യം തകർന്ന് തരിപ്പണമായാൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ചൈന തന്നെയായിരിക്കും. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.